ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ബ്രസ എന്ന് പറയുന്ന വാഹനം മാരുതി സുസുക്കി 2016 ഇറക്കിയ ഒരു SUV ആയിരുന്നു. ആ സമയത്ത് സപ്പോമീറ്റർ ട്രെൻഡൊക്കെ അനുസരിച്ച് ഇറക്കിയ വണ്ടിയാണ്. ഡീസലിന് മാത്രമാണ് ആദ്യം വന്നത്. അതിനുശേഷം പിന്നെ 2020 ആയപ്പോഴേക്കും അവർ തന്നെ ഡീസൽ നിർത്തി വണ്ടി പെട്രോൾ മാത്രമാക്കി 1.5 പെട്രോളാണ് വന്നത്. അതിന് കൂടെ നമുക്കൊരു ഫേസ് ലിഫ്റ്റ് വേർഷനും കൂടെ കിട്ടിയായിരുന്നു 2020. അത് കഴിഞ്ഞ് പിന്നെ 2022 ഇവർ ഈ വാഹനത്തിൻ്റെ ഒരു മേജർ ഫേസ് ലിഫ്റ്റ് പോലെ ഒരു വണ്ടി ഇറക്കുന്നത്. ഫേസ് ലിഫ്റ്റ് ഓർ വേണമെങ്കിൽ ഒരു ജനറേഷൻ അപ്ഡേറ്റ് എന്ന് പറയും, കാരണം അത്രത്തോളം വ്യത്യാസങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം മാറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും നമ്മുടെ എക്സിസ്റ്റിംഗ് ബ്രസയുടെ ഒരു മൈനർ ഫേസ് ലിഫ്റ്റും കൂടെ ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്തിപ്പം ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം, പ്രത്യേകിച്ച് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ടെയിൽ ലൈറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി എല്ലാവരും ക്യാമഫ്ലാജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും കാണാവുന്ന സാധനത്തിൽ നിന്ന് അങ്ങനെ ഒരു വ്യത്യാസവും നമുക്ക് മനസ്സിലാക്കാനില്ല. ഈവൻ വീൽസിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും സൈസ് പോലും കൂട്ടിയതായിട്ട് തോന്നുന്നില്ല. 16 ഇഞ്ച് തന്നെയാണ് ഇപ്പോഴുള്ളത്. ഈ സെഗ്മെൻറ്റിൽ പല വണ്ടികളും 17 ഇഞ്ചസിലേക്കൊക്കെ പോയി തുടങ്ങി. ഓർ 3-4 വണ്ടികൾ ഇപ്പോൾ 17 ഇഞ്ച് ഓഫർ ചെയ്യുന്നുണ്ട്. സോ പതുക്കെ 17 ഇഞ്ച് കോമൺ ആയവരാണ്. പക്ഷെ എന്നാലും മാരുതി സുസുക്കി അതിനൊന്നും തുനിഞ്ഞിട്ടില്ല. പിന്നെ ഓവറോൾ ഈ വാഹനത്തിൻ്റെ ഷേപ്പ് എല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിലും സെയിം ആണ്. പിന്നെ എന്താണ് ഇവർ ഈ ഫേസ് ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു മെയിൻ അപ്ഡേറ്റ് വരാൻ പോകുന്നത് CNGയുടെ കാര്യത്തിലാണ്. നമുക്കിപ്പം കഴിഞ്ഞ പ്രാവശ്യം വിക്ടോറിയസ് ഇറക്കിയ സമയത്ത് അവർ അണ്ടർബോഡി CNG ടാങ്ക് കൊടുത്ത് ബൂട്ട് സ്പേസ് കൂട്ടുന്ന ഒരു പുതിയ ടെക്നോളജി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സംഭവം അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം നമുക്ക് ബൂട്ട് സ്പേസ് പോലെ ടാറ്റ ചെയ്യുന്ന പോലെ ട്വിൻ സിലിണ്ടർ ടെക്നോളജി ഒന്നും ആക്കിയിട്ടില്ല. അവരുടേതായിട്ടുള്ള രീതിയിൽ താഴത്തെ വണ്ടിയുടെ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പക്ഷേ ഇതുപോലത്തെ കുറച്ച് വലിയ വണ്ടികൾ അല്ലെങ്കിൽ SUV ടൈപ്പ് വണ്ടികൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് താഴത്തെ സ്ഥലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ഹാച്ച് ബാക്ക് ഓർ സെഡാനൊക്കെ എടുക്കുകയാണെങ്കിൽ CNG ടാങ്ക് വെക്കാൻ മാത്രമുള്ള സ്ഥലം ഉണ്ടാവില്ല. അല്ലെ പിന്നെ താഴത്ത് വെക്കുമ്പം ടാറ്റയൊക്കെ ചെയ്യുന്ന പോലെ 2 ടാങ്കായിട്ടൊക്കെ വെക്കേണ്ടി വരും. ഏതായാലും നമുക്ക് ബ്രസയിലും വിക്ടോറിയസിലും കിട്ടിയതുപോലെ CNG ടാങ്ക് താഴെ ഫ്ലോറിൽ വരുന്ന രീതിയിൽ, നമ്മുടെ വണ്ടിയുടെ അടിയിൽ വരുന്ന രീതിയിൽ അവർ ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നല്ലൊരു കാര്യമാണ്. നിങ്ങൾ CNG വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ പതുക്കെ ഗ്രാൻഡ് മെറ്റാറിലും ഹൈ റൈഡർ അങ്ങനത്തെ വണ്ടികളൊക്കെ അവർ കൊടുത്തു തുടങ്ങുമായിരിക്കും. ഈവൻ ബാക്കി വണ്ടികൾ ഇപ്പോൾ എർട്ടിഗയിലൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. എർട്ടിഗയിലാണ് സത്യം പറഞ്ഞാൽ വേണ്ടത്. കാരണം ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞൊരു സംഭവമേ അതിൻ്റെ അകത്തില്ല. 7 സീറ്റ്സ് പൊക്കിയൊക്കെ ആണെങ്കിൽ വണ്ടി CNG കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇപ്പോൾ ഈ ഒരു ടെക്നോളജി വന്നു കഴിഞ്ഞാൽ സംഭവം നല്ലതായിരിക്കുമല്ലോ. ഇനി അതല്ലാതെ നമുക്ക് ബ്രസ ഫേസ് ലിഫ്റ്റിൽ പറയാൻ പറ്റിയ വേറൊരു കാര്യം എൻജിനാണ്. ഈ എൻജിൻ്റെ കേസ് പറയുമ്പം ഈ നമ്മുടെ പുതിയ ടാക്സ് റൂൾ അനുസരിച്ച്, അതായത് സപ്പോമീറ്റർ വണ്ടികൾക്ക് എല്ലാത്തിനും ടാക്സ് കുറഞ്ഞല്ലോ. സപ്പോമീറ്റർ വണ്ടികൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടാക്സ് കുറഞ്ഞത്. പക്ഷേ അതിന് എൻജിൻ റിക്വയർമെൻറ്റ് വരുന്നത് 1200 cc താഴെയുള്ള പെട്രോളും 1500 cc താഴെയുള്ള ഡീസലുമാണ്. ബ്രസ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1.5 ലിറ്ററാണ്. അതായത് 1497 cc എന്തോ ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന പെട്രോൾ എഞ്ചിനുള്ളത്. 1500 cc എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ടാക്സിൻ്റെ ബെനിഫിറ്റ് അധികം കിട്ടിയിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന 28% സ്ലാബ്, അതായത് 28% GST പ്ലസ് 1% സെസ്, അപ്പോൾ 29% ആയിരുന്നു നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ടാക്സ്. അതിപ്പോൾ ഈ വണ്ടിയിൽ അപ്ലൈ ആവുന്ന 40% ആയിട്ടാണ്. അതുകൊണ്ട് ഈ വണ്ടിയിൽ ടാക്സ് അപ്ലൈ ആയിരിക്കുന്നത് കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. പക്ഷേ അതേസമയം ബാക്കി വണ്ടികളൊക്കെ സപ്പോമീറ്റർ കാറ്റഗറിയിലുള്ളത് 30%, 31% ഒക്കെ ആയിരുന്നത് നേരെ നമുക്കിപ്പോൾ 18% ഫ്ലാറ്റ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്ക വണ്ടികൾ ഇപ്പോൾ 7.3, 7.5 lakhs ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബ്രസ ഇപ്പോഴും നോക്കുകയാണെങ്കിലും 8.3 lakhsലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ബാക്കി വണ്ടികളിലേക്ക് ഇപ്പോൾ സോണറ്റ് ആയിക്കോട്ടെ, സിറോസ് ആയിക്കോട്ടെ, ഓർ കൈലാക്ക്, നെക്സോൺ, ഇതിൻ്റെയൊക്കെ ടോപ്പ് ആൻഡ് വേരിയൻസിൻ്റെ സെയിം പ്രൈസിൽ തന്നെയാണ് ബ്രസ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ അത്രയും ഫീച്ചേഴ്സൊന്നും ബ്രസയുടെ ടോപ്പ് ആൻഡ് മോഡൽ കിട്ടുന്നില്ല. ടർബോ പെട്രോൾ എഞ്ചിൻ ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും പ്രൈസ് അധികം കുറഞ്ഞിട്ടില്ല. സോ പ്രൈസ് എന്ന് പറയുമ്പം ബ്രസയുടെ കാര്യത്തിൽ ഇപ്പോൾ അതൊരു വലിയ നെഗറ്റീവ് പോയിന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലൊരു സൊല്യൂഷനായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ് CNG അല്ല, ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുക്കുക എന്നുള്ളത്. ഓൾറെഡി ഇവർക്ക് ഫ്രോങ്സിലൊരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. ഫ്രോങ്സിനകത്ത് ആകെ 100 bhp 147 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സത്യം പറഞ്ഞാൽ അത്രയും മതി ഈ വണ്ടിക്ക്. ഈ ഒരു വെയിറ്റ് അതുപോലെ അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രോങ്സ് തന്നെ ഭയങ്കര ഫാസ്റ്റാണ്. 10 സെക്കൻഡ്സിനടുത്താണ് ആ വണ്ടി 0 to 100 എത്തുന്നത്. അത് പിന്നെ ബലേനോയുടെ സെയിം ഷാസി പ്ലാറ്റ്ഫോം വെയിറ്റ് ഒക്കെ ആണെങ്കിലും 1000 കിലോയുടെ അടുത്തൊക്കെ ഉള്ളൂ. ബ്രസ പിന്നെ കുറച്ചും കൂടെ വെയിറ്റ് ഉള്ള വണ്ടിയാണ്. പക്ഷെ എന്നാലും 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 11 to 12 സെക്കൻഡ്സിനടുത്തൊക്കെ ആയിട്ട് 0 to 100 എത്താൻ പറ്റും. പിന്നെ ടർബോ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ വണ്ടി ഒന്ന് ടർബോയുടെ ബൂസ്റ്റ് റേഞ്ചിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈസി ആയിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റും. ആ എഞ്ചിൻ കൊടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയുടെ ടാക്സ് സ്ലാബ് 40%ൽ നിന്ന് നേരെ 18%ലോട്ട് വരും. അതൊരു വലിയ വ്യത്യാസമാണ്. കാരണം ഇപ്പോൾ ഇതിനകത്ത് അപ്ലൈ ആവുന്ന ടാക്സ് ഓൾമോസ്റ്റ് പകുതിയോളം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്കകത്ത് വരുന്ന ഇപ്പോഴത്തെ പ്രൈസിങ് അവർക്ക് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു മൂവ് ഇനിയിപ്പോൾ അവരെടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ബാക്കി കോമ്പറ്റീഷൻ അനുസരിച്ച് പ്രൈസ് ചെയ്യാൻ ഇനിയിപ്പോൾ ഇത് മാത്രമേ അവർക്കൊരു വഴിയുള്ളൂ. ചിലപ്പം 1.5 എഞ്ചിൻ അവർ ഓപ്ഷനിലായിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് കൊടുക്കുമായിരിക്കും. ടോപ്പ് ആൻഡ് വേരിയൻസ് ഒക്കെ ടർബോ പെട്രോൾ ഇറക്കാം, അല്ലെങ്കിൽ ബേസിക് വേരിയൻസ് ടർബോ പെട്രോൾ ഇറക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യാം. CNG ഒക്കെ മിക്കവാറും 1.5 NA തന്നെ ആയിരിക്കും വരുന്നത്. അത് അവർ ടർബോയിൽ കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം
1 ലിറ്റർ ബൂസ്റ്റ് വെച്ചിട്ടുള്ളവർ ഇതുവരെ സി എൻ ജി ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. പുറത്ത് പിന്നെ അങ്ങനെ സി എൻ ജി കൊടുക്കുന്നത് അതിനെപ്പറ്റി എനിക്കറിയില്ല. ഫ്രോങ്സിൽ മാത്രമേ അവരിപ്പോൾ ആകെ ഈ എഞ്ചിൻ ഉപയോഗിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞവർക്ക് ഈ ഒരു എഞ്ചിൻ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥിതിക്ക് മാക്സിമം വണ്ടികൾ ഉപയോഗിക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. പുതിയ സ്വിഫ്റ്റിലൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ അകത്ത് എക്കോണമി ഓറിയൻറ്റഡ് ആയിട്ട് അവർ 3 സിലിണ്ടർ 1.2 എഞ്ചിൻ കൊടുത്തു, അത് ഓക്കെ. പക്ഷേ അതിന് പുറമെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് അതായത് 1 ലിറ്റർ ബൂസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നുമല്ലല്ലോ. എത്ര പേര് വാങ്ങില്ലോ എന്നുള്ളതൊക്കെ വേറൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് എന്തൂസിയാസിനെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ അവർക്ക് കൊടുക്കാവുന്നുള്ളൂ. ഫ്രോങ്സ് സത്യം പറഞ്ഞാൽ ആ ഒരു എഞ്ചിൻ അങ്ങനെ വലിയ രീതിയിൽ ഡിസേർവ് ചെയ്യുന്നില്ലായിരുന്നു. 1.2 ആണെങ്കിൽ ആൾക്കാർ വാങ്ങിയേനെ. ഫ്രോങ്സിൽ ടർബോ പെട്രോൾ വാങ്ങുന്ന ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ ബലേനിലൊക്കെ ഒരു എഞ്ചിൻ കൊടുക്കാം. അങ്ങനെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയൊരു എഞ്ചിനാണ്. പക്ഷേ സുസുക്കി ഇത് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അവർ എൻജിൻസ് വെച്ച് തന്നെയാണ് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകുന്നത്. എന്തായാലും എന്താണ് ഈ ബ്രസ ഫേസ് ലിഫ്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറയണമെന്ന് താഴെ കമൻസിൽ പറയാം. ഇത് 2026 സ്റ്റാർട്ടിങ്ങിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചാർജ് ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.